ഈ സമയത്ത് ബക്കിയും സാമും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവര് വന്ന് വീണ സമയത്ത് സാമിന്റെ ചിറകിന് വല്ലതും പറ്റിയോന്ന് അറിയില്ല. പക്ഷെ അതുകൊണ്ടായിരിക്കില്ല ഇവര് നടക്കുന്നത്. ബക്കി ഒറ്റയ്ക്ക് നടത്തണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും സാം കൂടെ നടക്കുന്നത്. അല്ലാതുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ സാം ബക്കി എടുത്തുകൊണ്ട് പറക്കേണ്ടി വരും. പക്ഷെ അത്ര പ്രാക്ടിക്കൽ ഒന്നുമല്ല, കുറെ ദൂരം ഉണ്ടല്ലോ. പിന്നെ രണ്ടുപേരുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. സാം, നിന്റെ റെഡ് വിങ് അവര് പൊട്ടിച്ചു കളഞ്ഞല്ലേ, എനിക്ക് വിഷമമുണ്ട് അതില്. എന്റെ പൊന്നു ബക്കി, നിനക്ക് റെഡ് വിങ്ങിന് ഇഷ്ടമല്ലാന്നും അവരത് പൊട്ടിച്ചു കളഞ്ഞപ്പോ നിനക്ക് സന്തോഷമായെന്ന് എനിക്കറിയാം. എന്തിനാ വെറുതെ നുണ പറയുന്നത്? നീ എന്താ ബക്കി ഒരു റോബോട്ടിനെ പോലെ നടക്കുന്നത്? നിന്റെ തലയ്ക്കുള്ളിൽ തലച്ചോറാണോ അല്ലെങ്കിൽ വല്ല മെഷീനാണോ? എന്നാലും എന്നെ നട്ടും ബോൾട്ടൊക്കെ ഇളകി കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. സാം, ഒന്ന് നിർത്ത്. നമ്മളിപ്പോ ആലോചിക്കേണ്ടത് ഈ സൂപ്പർ സോൾജേഴ്സ് ആവാനുള്ള സൂപ്പർ സോൾജേഴ്സ് സെറം അത് അവർക്ക് എവിടുന്ന് കിട്ടുന്നതാണ്. പിന്നെ ബാക്കി 80 വർഷം മുന്നല്ലേ ഈ സൂപ്പർ സോൾജേഴ്സിനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇവർ പണ്ട് തൊട്ടേയുള്ള സൂപ്പർ സോൾജേഴ്സ് ആണെങ്കിൽ ഇത്രയും കാലം 8 പേര് ആരുടെയും പിടിപ്പെടാതെ എങ്ങനെ നടന്നു? ഈ സമയത്താണ് ഒരു ജീപ്പില് ജോൺ വാക്കറും ലെമാറും കൂടി അങ്ങോട്ട് വരുന്നത്. ഹേ ഗൈസ്, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ആയില്ലല്ലേ, പക്ഷെ നമുക്ക് ഇനിയും ശ്രമിക്കാം. നമ്മളിപ്പോ എന്തിനോടാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ കിട്ടിയോ? എനിക്കറിയാം, അത് സൂപ്പർ സോൾജേഴ്സ് ആണ്. മാൻ, സൂപ്പർ സോൾജേഴ്സോ? അതൊക്കെ പണ്ട് തീർന്നില്ലേ? ഓക്കെ, എന്തായാലും നമ്മൾക്ക് ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തേ പറ്റൂ. ഹോ മാൻ, അത് പ്രതീക്ഷിക്കണ്ട. അല്ല, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജയിക്കാനുള്ള ചാൻസ് കൂടും. ഏതെങ്കിലും ഒരുത്തം വന്ന് ആ ഷീൽഡ് എടുത്ത് കൈ പിടിച്ചാ ചുമ്മാ ക്യാപ്റ്റൻ അമേരിക്ക ആവാൻ പറ്റില്ല. ഹേയ്, കുറെ കടമ്പകൾ കടന്നു തന്നെ ഞാൻ ഈ പദവിയിലേക്ക് എത്തിയത്. എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. യോഗ്യതയോ? കൂടെയുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി പൊട്ടുവെന്ന് ഉറപ്പുള്ള ഒരു ഗ്രനേഡിന്റെ മുകളിലേക്ക് എടുത്ത് ചാടാൻ നിന്നെക്കൊണ്ട് പറ്റൂ? എന്നെ കൊണ്ട് അതുപോലെ പലതും ചെയ്യാൻ പറ്റും. എന്നാ ഒരു കാര്യം പറയാം, നീ ഒന്നും കാണാത്ത, നിനക്കൊന്നും അറിയാത്ത ഒരു സ്റ്റീവ് റോജേഴ്സിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അവൻ ഇനി ആർക്കും പറ്റില്ല. ബക്കിയും സാമും ഇങ്ങനെ ക്യാപ്റ്റനെ പറ്റി പറയുമ്പോൾ ശരിക്കും നമുക്ക് സ്റ്റീവിന് ഓർമ്മ വരുന്നുണ്ട്. ഇനി എന്തെങ്കിലും നമുക്ക് സ്റ്റീവിനെ കാണാൻ പറ്റിയ ഭാഗ്യം ഞാൻ ഇടയ്ക്ക് ആലോചിച്ച് നോക്കാറുണ്ട്. സ്റ്റീവ് പിന്നിലേക്ക് പോയിട്ട് എങ്ങനെയായിരിക്കും പെഗിയുടെ കൂടെ ജീവിക്കുന്നത്? സ്റ്റീവിന് കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവോ? സ്റ്റീവ് താമസിക്കുന്നത് മെയിൻ ടൈം ലൈനിൽ തന്നെ ആയിരിക്കോ അതോ ഓൾട്ടർനേറ്റ് ടൈം ലൈനിലായിരിക്കോ? എന്നാലും നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് സന്തോഷമായിട്ട് ഒരു കിടിലൻ മോട്ടോർ ബൈക്ക് ഒക്കെ ഓടിച്ചു വന്ന് ആ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് അവിടെ വെച്ച് പെഗിയുടെയും സ്റ്റീവിന്റെയും വീട്ടിലേക്ക് കയറി വരുന്നതും അവരൊരുമിച്ച് ജീവിക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര രസമുണ്ടല്ലേ? അതൊക്കെ എന്തെങ്കിലും കാണാൻ പറ്റിയ ഭാഗ്യം പറ്റുമായിരിക്കും അല്ലേ? ഹേ ഗൈസ്, ഇവിടുന്ന് എയർപോർട്ടിലേക്ക് നല്ല ദൂരമുണ്ട്. നിങ്ങളിങ്ങനെ നടന്ന് കഷ്ടപ്പെടണ്ട, ഞങ്ങളുടെ കൂടെ ഈ ജീപ്പിൽ വന്നോ. അങ്ങനെ അവരും ജീപ്പിൽ കയറി. ഇപ്പൊ അവര് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ 8 സൂപ്പർ സോൾജേഴ്സ് ഉണ്ടെന്ന് പറയുന്നതല്ലേ? അതെ, അവര് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് വാക്സിൻസ് ആണ്. തീർച്ചയായിട്ടും അവരുടെ കൂടെയുള്ളവർക്ക് മരുന്നുകളുടെ ആവശ്യം ഉണ്ടാവും. ബ്ലിപ്പിന് ശേഷം തിരിച്ചു വന്നവർക്ക് ശരിക്കും ജീവിക്കാൻ പോലും പറ്റില്ലെന്നാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. ഒരുപക്ഷെ ഈ ഫ്ലാഗ് സ്മാഷേഴ്സ് ശരിക്കും വില്ലന്മാരായിരിക്കില്ല. അവർ സാധാരണക്കാരെ സഹായിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷെ അവർ സൂപ്പർ സോൾജേഴ്സ് ആണെങ്കിൽ അവരിങ്ങനെ വെറുതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത് ശരിയാവില്ല. തീർച്ചയായിട്ടും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എങ്ങനെ ഈ ഫ്ലാഗ് സ്മാഷേഴ്സിനെ ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നത്? ആക്ച്വലി ഞങ്ങൾ അവരെയല്ല ട്രാക്ക് ചെയ്തത്, ഞങ്ങള് സാമിനെയാണ് ട്രാക്ക് ചെയ്തത്. സാമിന്റെ റെഡ് വിങ് ഞങ്ങളൊന്ന് ഹാക്ക് ചെയ്തു. വാട്ട്? എന്റെ റെഡ് വിങ് നിങ്ങൾ ഹാക്ക് ചെയ്തെന്നോ? ഹേ മാൻ, ചൂടാവല്ലേ? സത്യം പറഞ്ഞ സാമിന്റെ ഈ ഫാൽക്കൺ സ്യൂട്ടും റെഡ് വിങ്ങും ഒക്കെ ടോണി സ്റ്റാർക്ക് ആണല്ലോ ഉണ്ടാക്കിയത്. പക്ഷെ ടോണി സ്റ്റാർക്ക് അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ സ്യൂട്ട് US ആർമി തന്നതായിരുന്നു. അതിന്റെ മോഡിഫിക്കേഷൻ ആണ് ടോണി സ്റ്റാർക്ക് ചെയ്തത്. ടോണി സ്റ്റാർക്ക് സോക്കോവി അക്കോർഡ്സിൽ ഒപ്പുവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിയമപരമായി നോക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഡിവൈസ് ഹാക്ക് ചെയ്തതിൽ തെറ്റൊന്നുമില്ല. അല്ല, ഈ ബക്കി എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഇയാൾ എപ്പോഴും ഇങ്ങനെയാണോ? ബക്കി എപ്പോഴും എങ്ങനെയാ? അത് ശീലമായിക്കോളും. സത്യം പറഞ്ഞാൽ ഗ്ലോബൽ റിപ്പാട്രിയേഷൻ കൗൺസിൽ അല്ലെങ്കിൽ GRC മാഞ്ഞുപോയി തിരിച്ചു വന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ വളരെ നന്നായിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ടല്ലോ. അവരാ കാര്യങ്ങൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലാഗ് സ്മാഷേഴ്സ് ഇങ്ങനെ പൊന്തി വരില്ലായിരുന്നു. ഒരുപാട് പേരുടെ ആവശ്യങ്ങൾ ഇനിയും നിറവേറാതെ കിടക്കുന്നുണ്ട്. ഒരുപാട് പേരെ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അവർ പറയുന്നതിൽ കാര്യമുണ്ടോ നോക്കണ്ടേ? എന്തൊക്കെ പറഞ്ഞാലും ഇവരിങ്ങനെ തീവ്രവാദികളുടെ പോലെ അക്രമം അഴിച്ചുവിടുന്നൊന്നും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. ആവശ്യത്തിന് പൈസയും ഭക്ഷണവും മരുന്നും ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ പറയാം. പക്ഷെ പാവങ്ങളുടെ അവസ്ഥ അവർക്കെല്ലാം അറിയും. നോക്ക്, നമ്മൾക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനെതിരെ പോരാടാം. നിങ്ങൾ പറയുന്നത് പോലെ അവർക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് നമുക്ക് അത് കഴിഞ്ഞിട്ട് നോക്കാം. നമുക്ക് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നോ മാൻ, അത് നടക്കാൻ പോകുന്നില്ല. നോക്ക് ഗൈസ്, നിങ്ങൾ രണ്ടുപേരുടെ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ വരുന്നത് വരെ നിങ്ങൾ സൂപ്പർ സോൾജേഴ്സുമായിട്ട് അത്ര നന്നായിട്ട് ഫൈറ്റ് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർ നിങ്ങളെയും പഞ്ഞിക്കിടുന്നുണ്ടായിരുന്നു. അതിന് താനേതാ? ഞാൻ ലെമാർ ഹോസ്കിൻസ്, ക്യാപ്റ്റൻ അമേരിക്കയുടെ വലങ്കയാണ്. എന്നെ ആളുകൾ ബാറ്റിൽ സ്റ്റാർ എന്ന് വിളിക്കാറുണ്ട്. നീ അതും ബാറ്റിൽ സ്റ്റാറോ? വണ്ടി നിർത്ത്, എനിക്ക് ഇറങ്ങണം. ഹേയ് ബക്കി, നീ എന്തിനാ ചൂടാവുന്നേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് എന്റെ കയ്യിൽ വന്നത് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ പുതിയൊരു സ്റ്റീവ് റോജേഴ്സ് ആവാനല്ല ശ്രമിക്കുന്നത്. ഞാൻ സ്റ്റീവ് റോജേഴ്സിന്റെ പകരക്കാരനും അല്ല. എനിക്കറിയാം അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ ശ്രമിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ക്യാപ്റ്റൻ അമേരിക്ക ആവാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. സ്റ്റീവ് ക്യാപ്റ്റൻ അമേരിക്ക ആയിരുന്നപ്പോ സാം ക്യാപ്റ്റന്റെ വലങ്കൈ പോലെ ആയിരുന്നല്ലോ. അതുപോലെ സാം എന്റെ കൂടി നിൽക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നോ മാൻ, സ്റ്റീവിന്റെ കൂടെ നിന്ന പോലെ എനിക്ക് വേറെ ആരുടെ കൂടി നിൽക്കാൻ പറ്റില്ല. അത് ശരിയാവില്ല. ഇങ്ങനെ പറഞ്ഞ് സാമും ബക്കിയും വണ്ടി നിർത്തിച്ച് അവിടുന്ന് ഇറങ്ങി നടക്കുവാണ്. എന്തായാലും ജോൺ വാക്കറിന് ഇവരുടെ പെരുമാറ്റം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സമയത്ത് ഈ സൂപ്പർ സോൾജർ പെണ്ണ്, ആക്ച്വലി ഞാൻ ഇനി ഇവളുടെ പേരാണ് വിളിക്കാൻ പോകുന്നത്. ഇവളുടെ പേരാണ് കാളി. കാളിയല്ല, കാർലി. ഈ പേർലി എന്നൊക്കെ പറയില്ലേ, പേർലി മാണി. സത്യം പറഞ്ഞാ ഈ പെണ്ണ് പേർലി മാണിയുടെ ഒരു മുഖച്ചായില്ലേ, ആ ചുവരുടെ മുടിയൊക്കെ നമ്മൾ വെഷ്യത്തിന്ന് മാറി. അപ്പോ കാളി വന്ന് ഏതൊരു വാതിലിൽ മുട്ടുവാണ്. എന്നിട്ട് ഒരു പ്രത്യേക കോഡ് ഭാഷ പോലെയുള്ള വിസിലടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നു.
അപ്പോൾ ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ കേന്ദ്രമായിരിക്കും ഇത്. പുറത്തു വന്നിരിക്കുന്നത് കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെയാന്ന് മനസ്സിലാക്കാനാണ് ഇങ്ങനെ പ്രത്യേക തരത്തിൽ വിസിലടിക്കുന്നത്. ഉള്ളില് ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ കൈപ്പത്തി സിമ്പലും വെച്ചിട്ടുണ്ട്. ആ ട്രക്കിൽ കയറി വന്നവരാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ട്രക്കിൽ മോഷ്ടിച്ചുകൊണ്ടുവന്ന വാക്സിൻസും ഇവരുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഇവര് നല്ല വിശന്ന് വരഞ്ഞ് തളർന്നാണ് വന്നിരിക്കുന്നത്. ഇവരെല്ലാവരും വെൽക്കം ചെയ്തു. അവർക്ക് കഴിക്കാനും കുടിക്കാനും വിശ്രമിക്കാനുള്ള എല്ലാം കൊടുത്തു. ഈ സമയത്ത് കാളിയുടെ മൊബൈലിലേക്ക് അറിയാത്തൊരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വരുവാണ്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: എന്റെ കയ്യിലുണ്ടായിരുന്ന വിലപ്പെട്ട ചിലത് നീ തട്ടിയെടുത്തു, ഞാൻ നിന്നെ കണ്ടുപിടിച്ച് തേടി വന്ന് കൊല്ലും. ഇങ്ങനെയാണ് മെസ്സേജ്. പക്ഷെ ഇത് ആരാണ് അയച്ചതെന്ന് നമ്മൾക്കറിയില്ല. ഇത് കണ്ട് കാളി ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട്. ഈ ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ വൺ വേൾഡ് വൺ പീപ്പിൾ എന്നാണ്. അതായത് ഒരേ ലോകം ഒരേ ജനത, എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നേ അവർക്ക് ആഗ്രഹമുള്ളൂ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം, ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ GRC ഉണ്ടല്ലോ, ഗ്ലോബൽ റിപ്പാട്രിയേഷൻ കൗൺസിൽ, അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത് 5 വർഷം മാഞ്ഞുപോയി തിരിച്ചു വന്നവരെ പറ്റിയാണ്. മാഞ്ഞുപോയി തിരിച്ചു വന്നവർക്ക് വീടും ഭക്ഷണവും മരുന്നും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാനാണ് GRC ശ്രമിക്കുന്നത്. ഒരു ഗവൺമെന്റ് സംഘടനയാണിത്. ഈ GRC എന്നുള്ള പേര് ഒരു ബസ്സിന്റെ മുകളിൽ നമ്മൾ മൂൺ നൈറ്റിൽ കണ്ടിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഈ സീരീസിലും കാണിക്കുമെന്ന്. സോ അതുകൊണ്ടാണ് മൂൺ നൈറ്റും MCU തന്നെ ഉൾപ്പെട്ടതാണെന്ന് ഞാൻ അന്ന് പറഞ്ഞത്. എനിവേ, മൂൺ നൈറ്റിനെയും മാർക്കിനെയും സ്റ്റീവനെയും കോൺഷ്യൂവിനെയും ഒക്കെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ടെന്ന് കമന്റിൽ കൂടെ ഞാൻ കാണാറുണ്ട്. ഞാനും സ്റ്റീവനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ GRC അങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഈ 5 കൊല്ലം മാഞ്ഞു പോവാതെ ഇവിടെ ജീവനോടെ ഉണ്ടായിരുന്നവരുടെ കാര്യവും, മാഞ്ഞു പോയവർ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ജീവനോടെ ഉണ്ടായിരുന്നവർക്ക് താമസിക്കാൻ സ്ഥലവും സൗകര്യവും ഭക്ഷണവും മരുന്നൊന്നും ഇല്ലാതെയായി. അവരുടെ കാര്യം ഗവൺമെന്റ് ശ്രദ്ധിക്കാതെയായി. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫ്ലാഗ് സ്മാഷേഴ്സ് പ്രവർത്തിക്കുന്നത്. ആ കൂട്ടത്തിലുള്ളതാണ് ഈ 8 സൂപ്പർ സോൾജേഴ്സ്. അവരുടെ നേതാവിനെ പോലെയുള്ള ആളാണ് ഈ കാളി. കുറെ ജനങ്ങൾ ഇവർക്ക് സപ്പോർട്ടാണ്. കാരണം കുറെ ജനങ്ങൾക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധ കിട്ടുന്നില്ല, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഫ്ലാഗ് സ്മാഷേഴ്സ് അവരുടെ സീക്രട്ട് ആയിട്ടുള്ള ആപ്പിൽ കൂടെയൊക്കെ അവർക്ക് സഹായം ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ കുറെ ജനങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും. അവർക്ക് ഒളിച്ചു താമസിക്കാനൊക്കെ ആൾക്കാർ സ്ഥലം ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഇപ്പൊ കാണുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ടായി, ഈ കാർലിയുടെ ഫേസും കൂട്ടത്തിൽപ്പെട്ട പലരുടെയും ഫേസ് ഗവൺമെന്റിന് കിട്ടിക്കഴിഞ്ഞു. സോ ഇവരെ കണ്ടുകിട്ടുന്നവരെ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. ഇനി ഇവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. ഈ സമയത്ത് സാമും ബക്കിയും കൂടി ആർമി ഫ്ലൈറ്റിൽ പോയിക്കൊണ്ടിരിക്കുക. ബക്കി ഭയങ്കര ആലോചനയിലാണ്. ബക്കി, നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഭയങ്കര സീരിയസ് ആണല്ലോ. സാം, നമുക്ക് പോയി ആ ഷീൽഡ് തിരിച്ചെടുക്കാം. അത് അവന്റെ കയ്യിൽ വേണ്ട. നമുക്ക് ആ ഷീൽഡ് തിരിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫൈറ്റ് ചെയ്യാം. ബക്കി, നീ എന്താ പറയുന്നത്? ജോൺ ഇപ്പൊ ക്യാപ്റ്റൻ അമേരിക്കയാണ്. അവൻ ഗവൺമെന്റിന്റെ കൂടെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ കൂടി ചെന്ന് അവന്റെ കയ്യിൽ നിന്ന് ആ ഷീൽഡ് അവനടിച്ചിട്ട് വാങ്ങാനൊന്നും പറ്റില്ല. കഴിഞ്ഞ വട്ടം നമ്മൾ ഗവൺമെന്റിനെതിരായിട്ട് പോയപ്പോ എന്തുണ്ടായെന്ന് അറിയാലോ. നീ മറന്നിട്ടുണ്ടെങ്കിൽ പറയാം. നമ്മൾ സ്റ്റീവിന്റെ കൂടെ ചേർന്നു. സോക്കോവി അക്കോർഡ്സിൽ ഒപ്പുവെച്ചില്ല. ഷാരൺ കാർട്ടർ നമ്മളെ സഹായിച്ചു. നമ്മളെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഷീൽഡും എന്റെ പറക്കുന്ന ഫാൽക്കൺ സ്യൂട്ടും ഇതൊക്കെ ഷാരൺ കാർട്ടർ ഗവൺമെന്റ് അറിയാൻ നമുക്ക് കൊണ്ടുവന്ന് തന്നു. പക്ഷെ അതിന്റെ പേരിൽ ഷാരൺ കാർട്ടറിന് ഗവൺമെന്റ് രാജ്യദ്രോഹിയായി മുദ്രകുത്തി. അത് കഴിഞ്ഞിട്ടുള്ള 2 കൊല്ലം ഞാനും സ്റ്റീവും പിടികിട്ടാ പുളികളെ പോലെയായിരുന്നു. നീ പിന്നെ വക്കാൻഡിയിലായിരുന്നല്ലോ. എന്തായാലും ഇനിയും ഗവൺമെന്റിനെതിരെ പോയി ബാക്കിയുള്ള ലൈഫ് അങ്ങനെ ഒളിച്ചു താമസിക്കാൻ എനിക്ക് വയ്യ. ഇപ്പൊ തന്നെ സൂപ്പർ സോൾജേഴ്സിന്റെ കൈ നിടി കിട്ടിയിട്ടേ ഉള്ളൂ. ഇനി ഉടനെ തന്നെ അടുത്തൊരു പ്രശ്നത്തിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ 2 പേരേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് നിന്ന് ഹെൽപ്പ് ചെയ്യിക്കാനായിട്ട് എന്റെ മനസ്സിലേക്ക് ആരും വരുന്നില്ല. ആക്ച്വലി എനിക്കൊരാളെ അറിയാം. നീ അയാളെ മീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബക്കി ആരെ പറ്റിയാന്ന് പറഞ്ഞതെന്ന് സാമിന് മനസ്സിലായില്ല. അങ്ങനെ അവർ 2 പേരും കൂടി മേരിലാൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു കറുത്ത വർഗ്ഗക്കാരനായ കുട്ടിയായിരുന്നു അത്. സാമിനെ കണ്ടപ്പോ തന്നെ ആ കുട്ടിക്ക് മനസ്സിലായി. അവൻ സാമിനെ ബ്ലാക്ക് ഫാൽക്കൺ എന്ന് വിളിക്കുവാണ്. അതായത് കറുത്ത ഫാൽക്കൺ. അതെന്താ മോനെ നീ അങ്ങനെ വിളിച്ചത്? വെറും ഫാൽക്കൺ എന്ന് വിളിച്ചാ പോരെ? ഞാൻ ബ്ലാക്ക് ആയതുകൊണ്ടാണോ നീ ബ്ലാക്ക് ഫാൽക്കൺ എന്ന് വിളിച്ചത്? അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ശരിക്കും അങ്ങനെയല്ലേ? ഓഹോ, എന്നാ ഞാൻ നിന്നെ ബ്ലാക്ക് കിഡ് എന്ന് വിളിച്ചാലോ? കറുത്ത കുട്ടി. അപ്പൊ നിനക്ക് ഇഷ്ടപ്പെടും. സാം അങ്ങനെ പറഞ്ഞപ്പോ കുട്ടിയുടെ വായ അടഞ്ഞു പോയി. പിന്നെ അവൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. സോ ഇവിടെ ഒരു കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഒരാൾ ഒരു പദവിയിൽ എത്തിക്കഴിയുമ്പോൾ അയാൾ ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന് പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ബ്ലാക്ക് ആയ കുട്ടികളിൽ പോലും ഇങ്ങനെയുള്ള ചിന്ത ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ സീനിക്കോട് ഉദ്ദേശിക്കുന്നത്. ഇവരിപ്പോ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഐസയ ബ്രാഡ്ലി എന്ന് പറയുന്ന ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. വീട്ടിലുള്ള കുട്ടിയോട് ആ പേര് ചോദിക്കുമ്പോൾ അങ്ങനെ ആരും ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ ബക്കി പ്രത്യേകം പണ്ട് ഗോയാങ് ബാറി വെച്ച് ഐസയ ബ്രാഡ്ലിയുടെ കൂടെ ഫൈറ്റ് ചെയ്ത ഒരാളാണ് വന്നിരിക്കുന്നതെന്ന് പറയാൻ പറയുന്നു. അങ്ങനെ അവർക്ക് ആ വാതിൽ തുറന്നു കിട്ടുവാണ്. സോ ബക്കിയെ ഈ പറയുന്ന ബ്രാഡ്ലിക്ക് അറിയാം. അവിടെയാണ് നമ്മൾ ബ്രാഡ്ലി എന്ന് പറയുന്ന ആളെ കാണുന്നത്. അത്യാവശ്യം വയസ്സായ ഒരാളാണത്. ഹായ് ബ്രാഡ്ലി, എന്നെ ഓർമ്മയുണ്ടാവല്ലോ. ഇതെന്റെ ഫ്രണ്ടാണ് സാം. ഇത് മിസ്റ്റർ ഐസയ ബ്രാഡ്ലി. സ്റ്റീവ് റോജേഴ്സിനെ പോലെ പണ്ട് ഹൈഡ്രയുടെ ഏറ്റുമുട്ടിയിരുന്ന ഒരു നല്ല യോദ്ധാവാണ്. ഐസയ ഒരു സൂപ്പർ സോൾജർ ആണ്. ഞങ്ങൾ 1951 കണ്ടിരുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ നിന്നെ അടിച്ച് പദം വരുത്തി എന്ന് വേണം പറയാൻ, അല്ലെ? കൊറിയൻ വാർ നടക്കുന്ന സമയത്ത് അപ്പോഴാണ് ഇത് നടന്നത്. ഹൈഡ്രയുടെ ആളായിരുന്നു ഈ നിൽക്കുന്ന ഒരു കൈയില്ലാത്തവൻ. ഇവനെ പിടിക്കാൻ വേണ്ടി US ആർമി ഒരുപാട് പേരെ അയച്ചു. പക്ഷെ ഇവനെ തേടിപ്പോയ ആരും തിരിച്ചു വന്നില്ല. ഇവനെല്ലാവരെയും കൊന്നു. അത് കഴിഞ്ഞ് അവരെന്നെ വിട്ടു ഇവനെ പിടിക്കാൻ. ഞാൻ ഇവനും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇവന്റെ ഉരുക്ക് കൊണ്ടുള്ള വലം കൈ പൊട്ടിച്ചു കളഞ്ഞു. ഇതിപ്പോ വീണ്ടും എങ്ങനെ അവന് കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്റെ കൈ ഇപ്പൊ ഏത് അവസ്ഥയിലിരിക്കുന്നെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഉള്ളിലേക്ക് വിളിപ്പിച്ചത്. ഇപ്പൊ നീ എന്തിനാ വന്നിരിക്കുന്നത്? പണ്ട് നിന്നെ തോൽപ്പിച്ചതിന്റെ കണക്ക് ചോദിക്കാനും എന്നെ കൊല്ലാനുമാണ്. എനിക്ക് നിന്നെ പേടിയില്ല. അല്ല ബ്രാഡ്ലി, ഞാനിപ്പോ പണ്ടത്തെ പോലെ ഒരു കൊലയാളിയല്ല. അന്ന് ഞാൻ സ്വയം ബോധമില്ലാതെ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാനല്ല, അത് വിന്റർ സോൾജർ ആയിരുന്നു. ഓ, പെട്ടെന്നൊരു ദിവസം എണീറ്റ് പണ്ട് ചെയ്ത
ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ മറന്നു എന്ന് വെച്ചാൽ നീ പുതിയൊരാളാവില്ല. അതങ്ങനെയല്ല വർക്കാവുന്നത്. നിങ്ങളെപ്പോലെ വെള്ളക്കാർക്കൊരു പക്ഷേ കഴിഞ്ഞതൊക്കെ മറന്ന് ജീവിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. ഐസേ, ഞങ്ങളിപ്പോ ഇവിടെ വന്നത് വഴക്കടിക്കാനല്ല. നമ്മളെപ്പോലെ ഇനിയും സൂപ്പർ സോൾജേഴ്സ് ഉണ്ട്. അവർ പുറത്തലഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ അവരെങ്ങനെ സൂപ്പർ സോൾജേഴ്സ് ആയെന്ന് കണ്ടുപിടിക്കണം. എനിക്കതിനെപ്പറ്റി ഇനി സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞ ഐസയ അവിടെ ഇരുന്നൊരു ബോക്സ് എടുത്ത് തൊട്ടടുത്തുള്ള ഒരു മരച്ചുവരിലേക്ക് എറിയുവാണ്. ആ ബോക്സ് ചെന്ന് അതിൽ തറഞ്ഞു കയറിയിരുന്നു. സോ ഇദ്ദേഹത്തിന് വയസ്സായെങ്കിലും സൂപ്പർ സോൾജർ ആയതുകൊണ്ട് ഇപ്പോഴും നല്ല പവറാണ്. ആളുടെ മോനാണ് അവിടെ നിൽക്കുന്നത്. സോ സൂപ്പർ സോൾജേഴ്സിനെ പറ്റി ബ്രാഡ്ലി സംസാരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് മേലെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. എടാ, നിനക്കറിയോ, അവരെന്നെ ആദ്യം ഒരു ഹീറോ ആക്കി നിന്നെ പിടിക്കാൻ വേണ്ടി അയച്ചു. ഞാൻ വിജയിച്ചു. നിന്നെ ഞാൻ തോൽപ്പിച്ച് തിരിച്ചു വന്നു. നിന്നെ പിടിക്കാൻ പറ്റിയില്ലെങ്കിലും അതെനിക്ക് വലിയ അഭിമാനമുള്ള കാര്യമായിരുന്നു. പക്ഷേ അവർക്ക് വേണ്ടി അത് ചെയ്ത എന്നോട് അമേരിക്ക എന്താ ചെയ്തതെന്ന് അറിയോ? എന്നെ അവര് 30 കൊല്ലം ജയിലിൽ അടച്ചു വെച്ചു. എന്റെ മേൽ പരീക്ഷണങ്ങൾ ചെയ്തു. എന്റെ രക്തം എടുത്തു. എന്നെ അവര് ജയിലിലിട്ട് നരകിപ്പിച്ചു. ഗവൺമെന്റിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഹൈഡ്രയുടെ ആളുകൾ പോലും അവരെന്നെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. അതുകൊണ്ട് എനിക്കിനി നിന്റെ ഒന്നും സൂപ്പർ സോൾജേഴ്സിനെ പറ്റി ഒന്നും കേൾക്കണ്ട. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, കടക്ക് പുറത്ത്. ഈ സമയത്ത് അച്ഛൻ വയലന്റ് ആവുന്നത് കണ്ട് മോൻ തന്നെ വന്ന് സാമിനെയും ബക്കിയും പുറത്തേക്ക് വിടുവാണ്. ഈ കാര്യം അറിഞ്ഞപ്പോ സാമിന് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ബക്കി, ഇത്രയും കാലമായിട്ട് നീ കാര്യമൊന്നും എന്താ പറയാതിരുന്നത്? ഒരു കറുത്ത വർഗ്ഗക്കാരനായ സൂപ്പർ സോൾജർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇത് നിനക്ക് അറിയായിരുന്നു? ഇത് സ്റ്റീവിന് അറിയായിരുന്നു? ഇല്ല സാം, സ്റ്റീവിന് അത് അറിയായിരുന്നില്ല. ഇദ്ദേഹം ഒരു സൂപ്പർ സോൾജർ ആയിരുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ ഒരു സ്ഥലത്തുമില്ല. ഇത് നിങ്ങൾ മറച്ചു വെച്ചു. ഇത് തെറ്റാണ്. ഈ സമയത്ത് അവിടേക്ക് ഒരു പോലീസ് കാർ വരുവാണ്. സാമും ബക്കിയും കൂടി ഇങ്ങനെ വാക്ക് തർക്കം നടക്കുന്നത് കണ്ടാണ് പോലീസ് കാർ വരുന്നത്. അവിടെ രണ്ടുപേര് തമ്മിൽ തർക്കം നടക്കുന്നുണ്ടെങ്കിലും പോലീസുകാർ വന്നിട്ട് ചോദിക്കുന്നത് സാം കാരണം ബക്കിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നാണ്. അതായത് സാം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ. ഇത് ശരിക്കും നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യം തന്നെയാണ്. അമേരിക്കയിൽ കറുത്തവർഗ്ഗക്കാർക്ക് നേരെ ഭയങ്കരമായിട്ടുള്ള പാർഷ്യാലിറ്റി ഉണ്ട്. ഒരുപാട് കറുത്തവർഗ്ഗക്കാര് പോലീസ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെടാറുണ്ട്. ഒരു വെള്ളക്കാരനും കറുത്തവർഗ്ഗക്കാരനും നിന്ന് വഴക്കടിക്കുന്ന കണ്ടാൽ പല പോലീസുകാരും ആദ്യം വന്ന് ചോദ്യം ചെയ്യുന്നതും പിടിക്കുന്നതും ആ കറുത്തവർഗ്ഗക്കാരനെ ആയിരിക്കും. അയാളാണ് പ്രശ്നക്കാരനെന്ന് അവർ നേരത്തെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. സോ അതിനെപ്പറ്റിയാണ് ഇവരിവിടെ കാണിക്കുന്നത്. വെള്ളക്കാരനായിട്ടുള്ള ബക്കിയോട് വന്ന് ഇവർ ചോദിക്കുകയാണ് സാം നിങ്ങളെ ശല്യപ്പെടുത്തുകയാണോ എന്ന്. എന്നിട്ട് അവർ നേരെ സാമിനോട് ID ചോദിക്കാൻ തുടങ്ങി. ബക്കിയോട് ചോദിക്കുന്നില്ല, സാമിനോട് മാത്രം. ഹേ ഗൈസ്, ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കൊന്നുമില്ല. ഹേ മാൻ, പ്ലീസ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അനങ്ങാതെ നിൽക്ക്. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ വെറുതെ സംസാരിക്കുമായിരുന്നു. താനിപ്പോ തന്റെ ID എടുത്ത് കാണിക്കാൻ നോക്ക്. ഹേ ഓഫീസർ, നിങ്ങൾ എന്തെങ്ങനെ സംസാരിക്കുന്നത്? ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല. പിന്നെ ഈ നിൽക്കുന്നത് സാം വിൽസൺ ആണ്. ഇതാരാന്ന് നിങ്ങൾക്ക് അറിയോ? ഇവനൊരു അവെഞ്ചർ ആണ്. ഓ മൈ ഗോഡ്, മിസ്റ്റർ സാം വിൽസൺ, ഐ മീൻ ഫാൽക്കൺ, നിങ്ങളായിരുന്നോ? അത് പറയായിരുന്നില്ല സാറേ. ഐ എം റിയലി സോറി. നിങ്ങളുടെ സ്യൂട്ടൊക്കെ ഇല്ലാതെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. കുഴപ്പമില്ല സാം, അവരെ അറിയാതെ പറഞ്ഞതാ. അങ്ങനെ പറഞ്ഞ് പോലീസുകാർ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുവാണ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സാം ഒരു അറിയപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ അവെഞ്ചർ ആണെന്നുള്ളത് കൊണ്ടാണ് പോലീസുകാർ ഇപ്പൊ സാമിനെ വെറുതെ വിടുന്നത്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, മിക്കവാറും ഒരു സാമിനെ പിടിച്ച് ലോക്കപ്പിലാക്കും. സോ ഇങ്ങനെ റേസിസത്തിന്റെ പേരിൽ കറുത്തത് വെളുത്തത് എന്ന വേർതിരിവ് അമേരിക്കയിൽ നിലനിൽക്കുന്നതാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ വരെ അങ്ങനെ വേർതിരിവുണ്ട്. പിന്നെയാണോ അമേരിക്കയിൽ? പക്ഷെ അത് ശരിയാണോ? അല്ല. സോ ഇങ്ങനെ പല കാര്യങ്ങളും മാർവൽ അവരുടെ TV ഷോയിൽ കൂടെയും സിനിമയിൽ കൂടെയും കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് നല്ല കാര്യം തന്നെ. സാം, ഐസിയ ബ്രാഡ്ലിയുടെ കാര്യം ഞാൻ ലോകത്തോട് പറയാതിരുന്നതിന് ഒരു കാരണമുണ്ട്. അദ്ദേഹം ഓൾറെഡി 30 വർഷക്കാലം ജയിലിൽ കിടന്ന് ഒരുപാട് അനുഭവിച്ചു, നരകിച്ചു. വീണ്ടും മീഡിയയുടെ ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് കൊണ്ടുവന്നാൽ അദ്ദേഹത്തിന് എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് പേടി തോന്നി. അദ്ദേഹം സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആരോടും ഈ കാര്യം പറഞ്ഞില്ല. ഈ സമയത്താണ് ഒരു പോലീസുകാരൻ വന്ന് പറയുന്നത് അവർക്ക് ബക്കി ഇപ്പൊ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന്. കാരണം എന്താണെന്നറിയോ? ഡോക്ടർ റെയ്നറുമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് സെഷൻ ബക്കി മിസ്സാക്കി. സൈക്കോളജിസ്റ്റുമായിട്ട് കൗൺസിലിംഗ് ചെയ്യണമെന്ന് ഗവൺമെന്റ് ബക്കിയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ഒരു സെഷൻ മുടങ്ങിയത് കൊണ്ടാണ് ബക്കി ഇപ്പൊ പോലീസ് പിടിക്കുന്നത്. സാം അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ബക്കി ഇപ്പൊ ഒരു കുറ്റവാളിയല്ല, ഗവൺമെന്റ് അവനോട് ക്ഷമിച്ചതാണെന്നൊക്കെ സാം പറഞ്ഞു നോക്കി. പക്ഷെ ഗുണമൊന്നും ഉണ്ടായില്ല. എല്ലാവരും നോക്കി നിൽക്കെ പോലീസ് ബക്കിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. സാം ബക്കിയുടെ കൂടെ പോയി അവനെ ജാമ്യത്തിൽ പുറത്തിറക്കുന്നുണ്ട്. ഡോക്ടർ റെയ്നറും അതിന് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ സാമും ഡോക്ടർ റെയ്നറും പരിചയപ്പെടുന്നു. ഈ സമയത്താണ് അങ്ങോട്ട് ജോൺ വാക്കർ വരുന്നത്. പുതിയ ക്യാപ്റ്റൻ അമേരിക്ക കണ്ട് പോലീസുകാരും ബാക്കിയുള്ള എല്ലാവരും അവന്റെ കൂടെ സെൽഫി എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ഡോക്ടർ റെയ്നറിനും ജോൺ വാക്കറിനും അറിയാം ഇവരും മിലിറ്ററിയിൽ ഉണ്ടായിരുന്നു. ഹേയ് മാഡം, കുറെ കാലമല്ലേ കണ്ടിട്ട്, എന്തായാലും ഇങ്ങനെ ഒരു രൂപത്തിൽ എന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ബക്കിയായിട്ടുള്ള ഈ കൗൺസിലിംഗ് ഉണ്ടല്ലോ, അതിന് ഇത്ര സ്ട്രിക്റ്റ് ആക്കണ്ട. ഞാൻ അതിനുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്യാപ്റ്റൻ അമേരിക്ക ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള ഒരു അധികാരമുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പൊ ഞങ്ങൾക്ക് സാമിന്റെയും ബക്കിയുടെയും നല്ല ആവശ്യമുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മിഷന് വേണ്ടി പോകാൻ പോവാ. അതുകൊണ്ട് ഡോക്ടർ റെയ്നർ പെട്ടെന്ന് ബക്കിയുടെ കൂടെ കൗൺസിലിംഗ് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് പെട്ടെന്ന് എന്റെ കൂടെ വിടണം. ഞങ്ങളുടെ ഇപ്പോഴത്തെ മിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. ഓക്കെ സാം, ഞാൻ പുറത്തുണ്ടാവും. ബക്കിയുടെ കൂടെ എന്നെ ഒന്ന് കണ്ടാൽ മതി. എന്തായാലും ഡോക്ടർ റെയ്നർ ഒരു വട്ടം കൂടി ബക്കിയുടെ കൂടെ കൗൺസിലിംഗ് ചെയ്യാൻ പോവാണ്. ഈ വട്ടം ഒരു സാമിനെയും വിളിക്കുന്നുണ്ട്. സാമിന് വരാൻ താല്പര്യമില്ല. പക്ഷേ ഇതൊരു റിക്വസ്റ്റ് അല്ല, ഓർഡർ ആണെന്നാണ് ഡോക്ടർ റെയ്നർ പറയുന്നത്. അങ്ങനെ കൗൺസിലിംഗ് തുടങ്ങി. ഓക്കെ ഗൈസ്, അപ്പൊ ആരാദ്യം പറയാൻ പോകുന്നത്? ഡോക്ടർ റെയ്നർ, ബക്കിയെ പോലെ എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഇവന്റെ കൂടെ ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്നെ ഡോക്ടർ എന്തിനെ വിളിക്ക്
കൊണ്ടുവന്നത്? കൗൺസിലിംഗ് ബക്കിക്കല്ല വേണ്ടത്. അതെ സാം, പക്ഷേ ബക്കിയുടെ കൗൺസിലിംഗിൽ സാമിനെ കൂടി ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. ബക്കി ഓക്കെ എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ ജോലിയാണല്ലോ. എന്താണ് ബക്കിയുടെയും അല്ലെങ്കിൽ സാമിന്റെയും പരസ്പരമുള്ള പ്രശ്നം എന്ന് എനിക്ക് അറിയണം. എന്റെ അമ്മ, എനിക്കിതിനൊന്നും വയ്യ. യെസ് സാം, എനിക്കും വയ്യ, പക്ഷെ ഇങ്ങനെ ചെയ്യണമെന്നാണല്ലോ ഇവർ പറയുന്നത്. ഓക്കെ, ബക്കിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പുറത്തിരിക്കുന്ന സാം പറയുന്നത് ബക്കി സമ്മതിച്ചു കൊടുത്തല്ലോ ഈ കൗൺസിലിംഗിന്റെ ആവശ്യമില്ലാന്ന്. അത് തന്നെ വലിയ കാര്യം. അപ്പോൾ ട്രീറ്റ്മെന്റിൽ പ്രോഗ്രസ് ഉണ്ട്. എന്നൊരു കാര്യം ചെയ്യാം. സാധാരണ കപ്പിൾസിന് കൊടുക്കാറുള്ള ഒരു എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവാണ്. വേറൊന്നുമല്ല, നിങ്ങൾ കണ്ണും നോക്കിയിരിക്കണം. അങ്ങനെ നോക്കിയിരുന്നാൽ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാതെ അധികം നേരം നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പരസ്പരം എന്താണ് പ്രശ്നമെന്ന്. സോ സമയം കളയണ്ട. അതിനു മുന്നേ ഒരു ചോദ്യം. ഇത് സാധാരണ സൈക്കോളജി ചോദിക്കാറുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും, ഒരു ദിവസം നിങ്ങൾ കിടന്ന് ഉറങ്ങി, പിന്നെ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുകയാണ്. ആ അത്ഭുതം കാരണം നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമോ നിങ്ങളുടെ ലൈഫ് ഭയങ്കര അടിപൊളിയോ? അതെന്തായിരിക്കും? ബാക്കി പറ. എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ ഇപ്പുറത്തിരിക്കുന്നവനല്ലേ സാം, അവൻ സംസാരിക്കുന്നത് കുറച്ചാൽ തന്നെ എന്റെ ലൈഫ് ഭയങ്കരമായിട്ട് ഈസിയോ. ഹോ ബക്കി, ഇത് തന്നെയാ ഞാനും പറയാനിരുന്നത്. നീയും സംസാരം കുറച്ചാൽ മതി, എനിക്ക് സന്തോഷവും. ഓക്കെ ഗൈസ്, സംസാരിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ നേരെ രണ്ടുപേരും കൂടി അടുത്തടുത്ത് കണ്ണു നോക്കിയിരിക്കും. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വേണ്ട. പേടിയോ? ഞാൻ എന്നെ പേടിക്കുന്ന ഇവന്റെ കണ്ണി നോക്കിയിരിക്കാൻ? എനിക്കും പേടിയൊന്നുമില്ല. ഐ എം റെഡി. സാം ബക്കിയോ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നു കുറച്ചും കൂടി അടുത്തിരിക്കാൻ. അവർ കുറച്ചും കൂടി അടുത്തിരുന്നു. അപ്പോൾ ഡോക്ടർ പറയും പിന്നെ അടുത്തിരിക്കാൻ. പിന്നെ അടുത്തേക്ക് വരാനായിട്ട് അവർക്ക് സ്പേസ് ഇല്ല. അപ്പൊ സാം കാലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി അടുത്തേക്ക് ഇരിക്കുകയാണ്. ഇനിയും അടുത്തേക്ക് കാലുകൾ അടുപ്പിച്ചാൽ ഒട്ടും ശരിയാവില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഇപ്പൊ അവർ രണ്ടുപേരും പരസ്പരം കണ്ണും നോക്കിയിരിക്കുകയാണ്. ഇത് കുറച്ചു നേരമായിട്ടും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ റെയ്നർ തന്നെ ഇങ്ങനെ നോക്കുന്നത് നിർത്തിയിട്ട് പരസ്പരം കണ്ണി നോക്കി എന്താണ് പ്രശ്നമെന്ന് പറയാൻ പറയുന്നു. ഓക്കെ മാഡം, ഞാൻ പറയാം. സാം, നീ എന്തിനാ നിനക്ക് സ്റ്റീവ് തന്ന ഷീൽഡ് വിട്ടുകൊടുത്തത്? അതിനിപ്പോ നിനക്കെന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ട്. സ്റ്റീവ് നിന്നെ വിശ്വസിച്ചിരുന്നു. നിനക്ക് സ്റ്റീവ് ഷീൽഡ് തന്നു. നീ അടുത്ത ക്യാപ്റ്റൻ അമേരിക്കയാവുമെന്ന് സ്റ്റീവ് വിചാരിച്ചു. സ്റ്റീവ് അവന്റെ ജീവിതത്തിൽ മുഴുവൻ കാത്തു സൂക്ഷിച്ച മൂല്യങ്ങളുടെ ഫലമാണ് ആ ഷീൽഡ്. സ്റ്റീവിന്റെ ഒരു ഭാഗമാണ് ആ ഷീൽഡ്. അത് നിനക്കും അറിയാം. പക്ഷെ നീ അത് നിനക്ക് വേണ്ടാത്ത പോലെ എറിഞ്ഞു കളഞ്ഞില്ലേ? നോ മാൻ, ഞാനത് എറിഞ്ഞു കളഞ്ഞതല്ല. എനിക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോ ഞാനത് മ്യൂസിയത്തിൽ കൊടുത്തു. അത്രേ ഞാൻ ചെയ്തുള്ളൂ. അപ്പൊ സ്റ്റീവ് നിന്നെ പറ്റി വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ തെറ്റാന്നാണോ പറയുന്നത്? അങ്ങനെ നിന്റെ കാര്യത്തിൽ സ്റ്റീവിന് തെറ്റുപറ്റിയെങ്കിൽ എന്റെ കാര്യത്തിൽ സ്റ്റീവിന് തെറ്റുപറ്റിയിട്ടുണ്ടാവില്ലേ? ഓക്കെ ബക്കി, നീ പറഞ്ഞു കഴിഞ്ഞോ? ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? ഓക്കെ, ഇത് നിനക്കോ സ്റ്റീവിനെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്റെ മനസ്സിന് എന്താണോ ശരിയാന്ന് തോന്നിയത് അതാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ ഡോക്ടർ, എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇനിയുള്ള കാര്യം പറയാം. ഞങ്ങളിപ്പോ ശരിക്കും ഒരു മിഷനിലാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം ഹെൽപ്പ് ആവശ്യമുണ്ട്. ഈ മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണില്ല ബക്കി. അങ്ങനെ കാണാതിരിക്കാൻ ഞാനും ശ്രമിക്കും, നീയും ശ്രമിക്കും. ഓക്കെ സാം, എനിക്കും അത് തന്നെ വേണ്ടത്. ഈ മിഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണില്ല. അതാ രണ്ടുപേർക്കും നല്ലത്. എന്തായാലും ഡോക്ടർ, കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല സമാധാനമുണ്ട്. അപ്പൊ ശരി, ഞാൻ പോവാ. ഓക്കെ ബക്കി, പുറത്തു വെച്ച് കാണാം. അങ്ങനെ പറഞ്ഞ് സാം പോയി. ഇപ്പോ കൗൺസിലിംഗ് ഒക്കെ തീർന്നു. ഇപ്പൊ ബക്കിയും ഡോക്ടറെ അടുത്തുനിന്ന് പോവാണ്. പക്ഷെ പോകുന്നതിന് മുന്നേ ഡോക്ടർ ചോദിക്കുന്നു, എന്താ ബക്കി, നിന്റെ നോട്ടത്തിൽ ഒരു പ്രശ്നമുള്ളത് പോലെ? അപ്പൊ ബക്കി തിരിച്ച് ഡോക്ടറിനോട് ഒരു ചോദ്യം ചോദിക്കുവാണ്. അല്ല ഡോക്ടർ, ഒരു കാര്യം ചോദിക്കട്ടെ? ഡോക്ടറിനോട് പറഞ്ഞ റൂൾ നമ്പർ 2 എന്തായിരുന്നു? റൂൾ നമ്പർ 2 ആരെയും ഉപദ്രവിക്കരുതെന്നല്ലേ? ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ബക്കി ഡോക്ടറിനെ ഒരു പ്രത്യേക തരത്തിൽ കരിപ്പിച്ച് നോക്കിയിട്ട് ഗുഡ് ബൈ പറഞ്ഞു പോവാണ്. അപ്പൊ ബക്കി ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ ഇനിയും ഡോക്ടർ ബക്കിയുടെ അടുത്ത് കളിക്കാൻ നിന്ന അവൻ റൂൾ നമ്പർ 2 തെറ്റിക്കും. അതായത് ഡോക്ടറിനെ അവൻ ഉപദ്രവിക്കേണ്ടി വന്നേക്കും. ഡോക്ടറിന് ഈ കാര്യം മനസ്സിലായി. അപ്പൊ അവരിനി ബക്കിയുടെ പിന്നാലെ പോകുന്നില്ല. ഇപ്പൊ സാമും ബക്കിയും പുറത്തിറങ്ങി. അവിടെ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയും വലങ്കയായിട്ടുള്ള ലെമാറും കൂടി അവരെ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നോക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ പരസ്പരം അകന്നു മാറി നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവരോട് ജയിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? വെൽ, ഈ ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ ടീം ലീഡറിന്റെ പേര് എനിക്ക് കിട്ടി. കാർലി മോർഗൻതോ. കാർലി എന്നാണ് അവളുടെ പേര്. ഈ കാർലിയും ടീമിനെയും ഹെൽപ്പ് ചെയ്യുന്ന സാധാരണ ആൾക്കാരെ ഞങ്ങൾ ട്രാക്ക് ചെയ്തു. അങ്ങനെ കുറെ വിവരങ്ങൾ കിട്ടി. അവരിപ്പോ യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്ത് എവിടെയാണ് ഉള്ളത്, അതെവിടെയാന്ന് നമ്മൾ പോയി കണ്ടുപിടിക്കണം. അവർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വാക്സിൻസ് അവര് കുറെ ജനങ്ങളുള്ള ഏതോ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ അങ്ങനെ എത്രയോ ക്യാമ്പുകളുണ്ട്. ബ്ലിപ്പിന് ശേഷം പ്രശ്നത്തിലായ ഒരുപാട് ജനങ്ങളുണ്ടല്ലോ, അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല, ഈ കാർലി എവിടെയാന്ന് നിനക്ക് അറിയോ? അതെനിക്കിപ്പോ അറിയില്ല ബക്കി. അത് കണ്ടുപിടിക്കാനാണല്ലോ ഞാൻ നിങ്ങളുടെ ഹെൽപ്പ് ചോദിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ കണ്ടുപിടിക്കും. നീ ഇപ്പൊ ഇതിന് ചൂടാവുന്നത് ഈ ക്യാപ്റ്റൻ അമേരിക്കയുടെ റോള് നിനക്ക് പെട്ടെന്ന് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല അല്ലെ? അതിന്റെ ചെറിയ വിഷമം ഉണ്ടല്ലോ നിനക്ക്. ആദ്യത്തെ മിഷൻ തന്നെ പാളിപ്പോയതുകൊണ്ടാണോ? ഈ സമയത്ത് ജോൺ വാക്കറിന് പെട്ടെന്ന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. ജോൺ വാക്കർ ഒരു മോശം ആളൊന്നുമല്ല. പക്ഷേ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു റോള്, ആ ഒരു പദവി കിട്ടിക്കഴിഞ്ഞപ്പോ അതിന്റേതായ ചെറിയൊരു തലക്കനം ആൾക്കുണ്ട്. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് ലെമാറാണ് ജോണിനോട് ഇനി പ്രശ്നമൊന്നും വേണ്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ബക്കി അങ്ങോട്ട് എടുത്ത് ഉടുത്ത് കളഞ്ഞേനെ. അല്ല, ഇവന്റെ നോട്ടം കണ്ട അങ്ങനെ തോന്നും. സത്യം പറയാലോ, ബക്കി ആ വിന്റർ സോൾജർ മോഡൊന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ജോൺ വാക്കറും കാണില്ല, ലെമാറും കാണില്ല. മിസ്റ്റർ ജോൺ വാക്കർ, എനിക്ക് നിങ്ങളോട് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ രീതിക്കും ഞങ്ങൾ ഞങ്ങളുടെ രീതിക്കും അന്വേഷിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഗവൺമെന്റിന്റെ ഒപ്പം പ്രവർത്തിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആക്ഷൻസ് എടുക്കാൻ പറ്റില്ല. അതിന് ലീഗലായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത് ശരിയാവില്ല. ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള ഏജൻസ് ആണ്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. ഇതാണ് പ്രശ്നം. അതുകൊണ്ട്
അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരുമിച്ച് വർക്ക് ശരിയാവില്ല. ഇങ്ങനെ പറഞ്ഞ് സാമും ബക്കിയും പോവാണ്. ഇത് ജോൺ വാക്കറിന് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. ഓക്കെ ഗൈസ്, എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. പിന്നെ ഞാനൊരു ഉപദേശം തരാം, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊക്കോ, പക്ഷെ എന്റെ വഴിക്ക് ഞാൻ കയറി വന്നാ പിന്നെ ഞാൻ ആരാന്നറിയും. അങ്ങനെ പറഞ്ഞ് ജോണും ലെമാറും കൂടി പോവാണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ബഹുമാനമില്ലായ്മ ജോണിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ആളിപ്പോ ക്യാപ്റ്റൻ അമേരിക്ക ആണല്ലോ. സീൻ ചേഞ്ച് ആവുന്നു. ഇപ്പൊ ഫ്ലാഗ് സ്മാഷേഴ്സ് ടീമും കാർലിയും ഒക്കെ കൂടി മോഷ്ടിച്ച വാക്സിൻസ് ഒരു പ്ലെയിനിൽ കയറ്റി കൊണ്ടുപോവാണ്. പക്ഷേ ഇവരുടെ ലൊക്കേഷൻ ആർക്കൊക്കെയോ മനസ്സിലായിരിക്കുന്നു. പവർ ബ്രോക്കർ എന്ന് പറയുന്ന ഏതോ ഒരാളുണ്ട്. അതാരാ നമുക്കറിയില്ല. എന്തായാലും അത്യാവശ്യം പിടിപാടൊക്കെയുള്ള ഏതോ ഒരു സംഘത്തിന്റെ ലീഡർ ആയിട്ടുള്ള ആളാണ്. അയാൾക്കാണ് ഫ്ലാഗ് സ്മാഷേഴ്സിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ മനസ്സിലായിരിക്കുന്നത്. ഇവരെ കൊല്ലാൻ വേണ്ടി പവർ ബ്രോക്കറിന്റെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിക്കവാറും പവർ ബ്രോക്കർ ആയിരിക്കും കാർലിക്ക് നേരത്തെ ആ ഭീഷണിപ്പെടുത്തുന്ന മെസ്സേജ് അയച്ചത്. എന്തായിരിക്കും കാർലിയും ഫ്ലാഗ് സ്മാഷേഴ്സും പവർ ബ്രോക്കറും തമ്മിലുള്ള പ്രശ്നം? ആരാണ് പവർ ബ്രോക്കർ? ഇതൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും അവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഫ്ലാഗ് സ്മാഷേഴ്സിന് മനസ്സിലായി. കാരണം ഇവരുടെ ടീമിൽ തന്നെ നല്ല ഹാക്കർമാരും ഇങ്ങനെ ടെക്നോളജിയിൽ അത്യാവശ്യം അറിവുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇവർക്ക് ഈ കാര്യം നേരത്തെ മനസ്സിലാവുന്നത്. അവർ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിൽ കയറാൻ തുടങ്ങി. പക്ഷേ പവർ ബ്രോക്കറിന്റെ ആളുകളുടെ ജീപ്പുകൾ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു വഴിയുള്ളൂ. ആരെങ്കിലും പോയി പവർ ബ്രോക്കറിന്റെ ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കണം. ആ സമയത്ത് അവർക്ക് ഫ്ലൈറ്റ് എടുത്ത് പോകാനുള്ള സമയം കിട്ടും. അതുകൊണ്ട് ഒരാൾ സ്വയം സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായി. കാർലി അയാളോട് താങ്ക് യു പറഞ്ഞ് അയാളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പോകുന്നതിന് മുന്നേ അയാളും പറയുന്നത് 1 വേൾഡ് 1 പീപ്പിൾ എന്നാണ്. ഒരു ലോകം ഒരു ജനത. അങ്ങനെ കാർലിയും ബാക്കിയുള്ളവരും വാക്സിൻസ് കൊണ്ട് ഫ്ലൈറ്റിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് പോവാണ്. ഈ സമയത്ത് സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നവൻ പവർ ബ്രോക്കറിന്റെ ആളുകളുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുന്നു. എന്നിട്ട് അവരുടെ നേരെ ഓടിച്ചെല്ലുവാണ്. ആ ആളുകൾ പുറത്തിറങ്ങി ഇയാളെ വെടിവെച്ച് കൊല്ലുവാണ്. പ്ലെയിൻ ഉയർന്ന് പൊങ്ങിയപ്പോ പവർ ബ്രോക്കറിന്റെ ഒരാൾ അടുത്തെത്തിയെങ്കിലും അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാർലി അകലെ നിന്ന് കൂട്ടത്തിൽ ഒരാൾ വെടികൊണ്ട് മരിച്ചു വീഴുന്ന കാഴ്ച കാണുന്നുണ്ട്. അവൾക്കത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അടുത്ത സീനിൽ കാണിക്കുന്നത് സാമിനെയും ബക്കിയുമാണ്. അവരിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുക. ഐസിയ ബ്രാഡ്ലിയുടെ അടുത്ത് ചെന്നപ്പോ ബ്രാഡ്ലി ബക്കിയോട് നിങ്ങളുടെ ആളുകൾ അല്ലെങ്കിൽ വെള്ളക്കാര് എല്ലാവരും ഇങ്ങനെ തന്നെയാന്നൊക്കെ പറഞ്ഞല്ലോ. ആ കാര്യത്തിൽ സാം ബക്കിയോട് സോറി ചോദിക്കുന്നുണ്ട്. ബ്രാഡ്ലി അപ്പോ ഒന്ന് ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും. ശരിക്കും അദ്ദേഹം ഹൈഡ്രയുടെ ആളുകൾ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത് എന്നൊക്കെ സാം പറയുന്നു. പക്ഷെ ബക്കിക്ക് അതൊന്നും പ്രശ്നമായിരുന്നില്ല. ബക്കി മറ്റൊരു കാര്യമാണ് ആലോചിക്കുന്നത്. ഹൈഡ്രയുടെ കാര്യം പറഞ്ഞപ്പോ കുറെ കാലം മുന്നേ ഹൈഡ്ര സൂപ്പർ സോൾജർ സെറംസ് ഉണ്ടാക്കാനും ഒരുപാട് പേരിൽ പരീക്ഷിക്കാനും ശ്രമിച്ചിരുന്നു. അങ്ങനെ തന്നെയാണ് ബക്കിയും ഒരു സൂപ്പർ സോൾജർ ആയത്. ഇപ്പൊ ബാക്കിയുള്ള ഈ സൂപ്പർ സോൾജേഴ്സിനെ പറ്റിയും സൂപ്പർ സോൾജർ സെറംസ് എവിടെയൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ ആരിലൊക്കെ ആരൊക്കെ യൂസ് ചെയ്തു എന്നൊക്കെ അറിയണമെങ്കിൽ ഹൈഡ്രയെ പറ്റി നന്നായിട്ട് അറിയുന്ന ഒരാൾ ആവശ്യമാണ്. ഇങ്ങനെയാണ് ബക്കി പറയുന്നത്. സാമിന് പെട്ടെന്ന് ബക്കി എന്താ ആലോചിക്കുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ സാമിന് പേടിയും തോന്നുന്നുണ്ട്. ബക്കി, ഇത് ശരിയാവില്ല. നീ ഉദ്ദേശിക്കുന്ന ആളെ എനിക്ക് മനസ്സിലായി. പക്ഷെ അവൻ ആളിത്തിരി ഡേഞ്ചറാ. അല്ല സാം, ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഹൈഡ്രയെ പറ്റി നന്നായിട്ട് അറിയുന്നവനാണ് അവൻ. അതുകൊണ്ട് തന്നെ അവന് ഹൈഡ്ര എന്തൊക്കെ ചെയ്തെന്നും നമ്മൾ തേടി നടക്കുന്ന എല്ലാ രഹസ്യങ്ങളെ പറ്റിയും അറിയുമായിരിക്കും. ഞാനതിനെ സപ്പോർട്ട് ചെയ്യില്ല ബക്കി. പക്ഷെ ഇപ്പൊ വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് നമുക്കൊരു പക്ഷെ അവന്റെ സഹായം വേണ്ടി വരും. അങ്ങനെ അവര് ഹൈഡ്രയെ പറ്റി നന്നായിട്ട് അറിയുന്ന അവന്റെ അടുത്തേക്ക് പോവാണ്. അല്ല, ആരാണ് ഈ അവൻ? അടുത്ത സീനി കാണിക്കുന്നത് വളരെ സേഫ് ആയിട്ട് കുറ്റവാളികളെ വെച്ചിരിക്കുന്ന ഒരു ജയിലാണ്. അവിടെ നമ്മൾ അവനെ കാണുവാണ്. MCU കണ്ട ഏറ്റവും മികച്ച വില്ലന്മാരിൽ ഒരാൾ, ബുദ്ധിരാക്ഷസനായ വില്ലൻ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന അവെഞ്ചേഴ്സിനെ പോലും തമ്മിലടിപ്പിച്ച് 2 ചേരിയാക്കി തിരിച്ചു കളഞ്ഞ ബാരൺ സിമോ. ഹൈഡ്രയെ പറ്റി ഏറ്റവും നന്നായിട്ട് റിസർച്ച് ചെയ്ത ആളാണ് നമ്മുടെ സിമോ. ഹൈഡ്രയുടെ എല്ലാ രഹസ്യങ്ങളും അവനറിയാം. അതുകൊണ്ട് തന്നെയാണ് സാമും ബക്കിയും സിമോയെ തേടി വരാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ ഐസിയ ബ്രാഡ്ലിയുടെ കാര്യവും ബാരൺ സിമോയുടെ കാര്യവും, അതായത് ബാക്ക് സ്റ്റോറിയൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.